ഗൈസ്, നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു മെമ്പറും കൂടെ വരാൻ പോവുകയാണ്. അയാളെ പറ്റിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ആരെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വഴിയേ പറയാം. ടുഡേ നമ്മൾ 7th പീപ്പിൾസ് അയാൾക്ക് വേണ്ടിയിട്ടുള്ള സം സാധനങ്ങൾ വാങ്ങുവാൻ പോവാണ്. അതും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ജയലക്ഷ്മിയിൽ. ലേഡീസിന് പറ്റിയ നല്ല നല്ല കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജയലക്ഷ്മിയിലോട്ട് പോയത്. എനിക്കിവിടെ കുറച്ച് കൂടുതൽ ഇഷ്ടം സാരിയുടെ സെക്ഷൻസ് ആണ്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മളിവിടെ വന്നത് ഒരൊക്കെ കല്യാണ സാരി മേടിക്കാനാണ്. ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ദ ന്യൂ മെമ്പർ ഓഫ് അവർ ഫാമിലി. ആൻഡ് ദിസ് ഈസ് അവർ കല്യാണ പെണ്ണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പിടികിട്ടിയല്ലോ. അപ്പൊ ഇനി കല്യാണ ചെക്കനെ കാണാം. ആൻഡ് ദിസ് ഈസ് അവർ കല്യാണ ചെക്കൻ. ആസ് യൂഷ്വൽ അവനൊരു ഇൻട്രോവേർട്ട് ബോയ് ആണ്. ഇതാണ് നമ്മുടെ ക്യൂട്ട് ആൻറ്റി, ഓൾവേസ് സ്മൈലിംഗ് ആൻറ്റി. കുറേ സാരീസ് നമ്മൾ സെലക്ട് ചെയ്തു. അതൊക്കെ അവൾ ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ട കുറേ സാരീസ് ഉള്ളതുകൊണ്ട് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇനി നമുക്ക് കല്യാണ ചെക്കന് ഡ്രസ്സ് എടുക്കാൻ പോവാം. ഓ ഗൈസ്, പറയാൻ വിട്ടു, കല്യാണ ചെക്കൻ വേറെ ആരുമല്ല, ചേട്ടൻ്റെ അനിയനാണ്. അവൻ്റെ കല്യാണത്തിന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് നൈ കാണുന്ന ഷൂസ് എടുക്കാമെന്ന് കരുതി. എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമല്ലേ, ലേശം എന്നെ കൂടെ കാണിച്ചേക്കാം. ഇനി റിസപ്ഷനുള്ള ഡ്രസ്സസ് എടുക്കാം. ലെഹങ്ക എടുക്കാനാണ് നമ്മുടെ പ്ലാനിങ്ങിൽ. അവിടെ ലെഹങ്കാസിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണുള്ളത്. കുറേ ഡ്രസ്സ് ഇങ്ങനെ വാരിക്കൂട്ടി ഫ്രണ്ടിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. എടുത്ത ലെഹങ്കാസ് അവൾ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്തു. വാങ്ങിയ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ. അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ അടുത്തുള്ള പോത്തീസിലോട്ട് പോയി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പോയപ്പോഴത്തേനും അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അവിടെ കയറിയ പാടെ മേക്കപ്പിനെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ചേച്ചി അവളെ പിടിച്ച് അവിടെ ഇരുത്തി. മേക്കപ്പ് മാത്രമല്ല, ചേച്ചി കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഇതിനെ പറ്റിയുള്ള അറിവ് ലെവലേശം ഇല്ലാത്തതുകൊണ്ട് ഇനി ഡ്രസ്സ് നോക്കാൻ പോകാമെന്ന് കരുതി. അവിടെ നിന്നും കുറേ ലെഹങ്കാസ് അവിടെ ട്രൈ ചെയ്ത് നോക്കി. ഓരോന്നും നോക്കി നിന്നുകൊണ്ട് സമയം പോകുന്നത് അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ 10 മണിക്ക് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് 5 മണിക്കാണ്. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല പെരുത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ബുർജൽ മന്തിയിലോട്ട് പോയി. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ മന്തി ഓർഡർ ചെയ്തു. നമ്മളെ വിശപ്പിന്റെ വേളി അവർ കേട്ടോന്ന് അറിയില്ല. എന്തായാലും മന്തി പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി ഫുഡ്. അല്പം ലേറ്റ് ആയാലും എന്താ, നല്ല ഫുഡ് കഴിച്ചില്ലേ. ഇനി വീട്ടിലോട്ട് ചലിക്കാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബൈ.